കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും രുചിയിൽ വീട്ടിൽ തന്നെ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത് മൺചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായി തോന്നിയത് എനിക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ചട്ടി ചൂടായി വന്നപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറിലേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 1 കിലോ അച്ചാറാണ് ഇടുന്നത്. അതിലേക്ക് 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും ഒരു 6 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറിലേക്ക് കുറച്ചധികം കറിവേപ്പില ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു 4 അല്ലിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ അച്ചാറിന് ഏറ്റവും രുചി കൂട്ടാൻ പോകുന്ന സീക്രട്ട് പറയാൻ പോകുന്നത്. നന്നായി കഴുകിയ നാരങ്ങ വെള്ളം വലിഞ്ഞതിന് ശേഷം പുഴുങ്ങിയോ ആവി കയറ്റിയോ എടുക്കുക. ഞാൻ നാരങ്ങ പുഴുങ്ങിയാണ് എടുത്തത്. പക്ഷേ നാരങ്ങ പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുക്കുന്നതാവും. എന്നാൽ നാരങ്ങ നമുക്ക് പൊട്ടാതെ കിട്ടും കേട്ടോ. അങ്ങനെ പുഴുങ്ങിയോ ആവി കയറ്റിയോ എടുത്ത നാരങ്ങ ചൂടാറിയതിന് ശേഷം 4ആയി മുറിക്കുക. 4ആയോ 8ആയോ മുറിക്കാവുന്നതാണ് കേട്ടോ. മുറിച്ചെടുത്ത നാരങ്ങ ഒരു ബോട്ടിലാക്കി വെക്കുക. പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലാസ് ജാറിലൊക്കെ സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കാൻ പോകുന്ന നാരങ്ങയില്ലേ, മുറിച്ച് വെച്ച നാരങ്ങ, അതിലേക്ക് ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പിടിയോളം കല്ലുപ്പും ചേർത്ത് കൊടുക്കണേ. ഒരാഴ്ചയോളം ഇത് പുറത്ത് തന്നെ സൂക്ഷിക്കണം. ഒരാഴ്ച എന്നല്ല, എത്ര കാലമായാലും ഇതിൽ പൂപ്പലൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ ഇടണമെങ്കിലും അപ്പം ഇട്ടാൽ മതി. ഞാനിവിടെ ഒരാഴ്ച മുന്നേ റെഡിയാക്കി വെച്ചതാണ് ഈ നാരങ്ങ. ചട്ടിയിൽ കിടന്ന് നാരങ്ങ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയൊന്നും പോരാ കേട്ടോ. ഇനി അതിലേക്ക് കായപ്പൊടിയും കടുകും ഉലുവയും പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും നമ്മൾ ചട്ടിയിൽ വറുത്തെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അല്പം മാത്രം സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിനാഗിരി 2 സ്പൂൺ വിനാഗിരി മാത്രം മതി. ബാക്കി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. നന്നായി തിളപ്പിച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രുചിയുമാണ്. അതുപോലെ തന്നെ ഒത്തിരി കാലം ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. കേട് വരാതിരിക്കാനും രുചി കൂടാനും വേണ്ടിയിട്ട് മറ്റൊരു സാധനം കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. എല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോൾ അച്ചാർ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആണെന്നും എരിവ് കുറവാണെന്നും ഒക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം കൂടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ചാർ പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ടതില്ല. കേട് വരുന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രുചി കൂടാനും കേട് വരാതിരിക്കാനും ഒരു സാധനം ചേർക്കുന്നുണ്ട്. അതാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ശർക്കര ലായനിയാണ് ഇത്. ശർക്കര ലായനി ഉണ്ടാക്കാൻ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്നാലും ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. വെള്ളം ചൂടാക്കുക, അതിലേക്ക് ശർക്കരയാണ് ഇടുക കേട്ടോ. ഞാനിവിടെ ഒരു 4 അണിയോളം ശർക്കര ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലായനി അരിച്ച് അച്ചാറിൽ ചേർത്തതാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്.